ചേട്ടാ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ഇന്ത്യ സഖ്യത്തിന് ഒരു വൻപൻ കുതിപ്പ് തന്നെയാണ് ഇന്ത്യ സഖ്യം നേടിയത്. അതുമാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേവലം 44 സീറ്റിൽ നിന്നുകൊണ്ട് 100 സീറ്റ് തികയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയത്. അതിനുശേഷം പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല. അതിനുശേഷം വന്നിട്ടുള്ള പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഹരിയാന ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ വീണ്ടും കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇന്ന് രാഹുൽ ഗാന്ധി വോട്ട് ചോറി ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷം വീണ്ടും കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന്റെ പാതയിലേക്കാണോ അടുക്കുന്നത്? ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് സാധ്യമാണോ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ പുറത്തുവന്ന മുഴുവൻ എക്സിറ്റ് പോൾ, പ്രീ പോൾ സർവേ ഫലങ്ങൾ പറഞ്ഞത് NDA സഖ്യം 400 സീറ്റിലേക്ക് എത്തും, കോൺഗ്രസ് തകർന്നടിയുമെന്നായിരുന്നു. എന്നാൽ എല്ലാ എക്സിറ്റ് പോൾ സർവേകളെയും കാറ്റിൽ പറത്തി അപ്രസക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് 100 സീറ്റ് നേടുകയും ഇന്ത്യ മുന്നണിയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തു. പ്രത്യേകിച്ച് BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BJPക്ക് അടിപതറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. BJP അയോധ്യ മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടിക്ക് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെയല്ല, അതിനുശേഷം അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അവിനേഷ് പ്രസാദ് ആ രാമക്ഷേത്രം നിലനിൽക്കുന്ന ആ ഒരു മണ്ഡലത്തിൽ തന്നെ BJPയുടെ സംഘപരിവാറിന്റെയും വർഗീയ രാഷ്ട്രീയത്തെ അയോധ്യയിൽ കുഴിച്ചുകൂടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു. അവിടെയല്ല, ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിനകത്ത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒപ്പം ചേർന്ന് മത്സരിച്ചാൽ അവിടെ BSP കൂടി കഴിഞ്ഞ തവണ കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ BJPയെ സംപൂജ്യരാക്കാൻ കഴിയുമായിരുന്നു. അവിടെയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജമ്മു കാശ്മീരിലും അതോടൊപ്പം ജാർഖണ്ഡിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി തന്നെയാണ് അധികാരത്തിൽ വന്നത്. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോർ ആരോപണവുമായി രംഗത്ത് വരുന്നത്. രാജ്യത്തെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിരിക്കുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിരിക്കുന്നു. അതായത് കോൺഗ്രസ് ഉയർത്തിയ വലിയ ആരോപണമുണ്ട്. കോൺഗ്രസ് അല്ല, വാരണാസിയിൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ് പറഞ്ഞത് വാരണാസിയിൽ അട്ടിമറിയിലൂടെയാണ് നരേന്ദ്രമോദി ജയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണം പറയുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ബീഹാറിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വോട്ടർ അധികാർ യാത്ര ബീഹാറിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ബീഹാറിൽ നിന്ന് പുറത്തുവരുന്നത്. കർഷക തൊഴിലാളികളും അടക്കമുള്ള സാധാരണക്കാരായ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ രാഹുൽ ഗാന്ധിയുടെ ഈ ആഹ്വാനത്തെ ശിരസ ഏറ്റെടുത്തു. കോൺഗ്രസിന് വലിയ സംഘടനാ സംവിധാനമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും രാഹുലിന്റെ പിന്നിൽ 10,000-കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന കാഴ്ച നമുക്ക് ബീഹാറിൽ കാണാൻ കഴിയുകയാണ്. അതെല്ലാം അവിടുത്തെ പ്രാദേശിക പാർട്ടികളുടെ മിടുക്കല്ലേ? ബീഹാറിനെ അവിടെ പ്രാദേശിക ഇന്ത്യ സഖ്യമല്ല അവിടെ വോട്ടർ അധികാര യാത്ര പ്രഖ്യാപിക്കുക കോൺഗ്രസ് ആണ്. രാഹുൽ ഗാന്ധിയാണ് യാത്ര നടത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ ആയിരക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന കാഴ്ച നമുക്ക് ബീഹാറിൽ കാണാൻ കഴിയുന്നു. അത് കാണിക്കുന്ന കാര്യമുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും തകർന്നടിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ കാഹളം ഒഴുകിയ സംസ്ഥാനം ബീഹാറായിരുന്നു. ഇന്ദിരാഗാന്ധി നടത്തിയ ആനപ്പുറത്തേറി ഇന്ദിരാഗാന്ധി നടത്തിയ ഒരു യാത്രയുണ്ട് ബീഹാറിൽ. പട്ടികജാതിക്കാരെ ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം ഇന്ദിരാഗാന്ധി എവിടേക്ക് എത്തുകയാണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതി നിയന്ത്രിച്ച ഇന്ദിരാഗാന്ധിക്ക് തിരിച്ചു വരാൻ ബീഹാർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ബീഹാറിൽ നിന്ന് കോൺഗ്രസിന്റെ തിരിച്ചുവരവായിരിക്കും ഉണ്ടാകുക. അത് BJPയുടെയും നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയത്തിലുള്ള തിരിച്ചടിയുടെ തുടക്കം ബീഹാറിൽ നിന്നുണ്ടാകും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളം, ബംഗാള്, പുതുച്ചേരി, ആസാം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJPയെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള വിജയമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് ഇന്ത്യ സഖ്യം വിശ്വസിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും BJP വലിയൊരു ഫാക്ടറി അല്ല. BJPക്ക് കേവലം ഒരു വോട്ട് ഷെയർ ഉണ്ടെന്നതിലപ്പുറം കേരളവും തമിഴ്നാടും BJPക്ക് ഒരു ഫാക്ടറി അല്ല. പിന്നെ ഈ പറഞ്ഞ ബീഹാറും ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയെല്ലാം കണ്ടിട്ടുള്ളത് കോൺഗ്രസിന്റെ തിരിച്ചുവരവാണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? തീർച്ചയായും കോൺഗ്രസും അതിന്റെ സഖ്യകക്ഷികളും കൂടി ചേരുമ്പോൾ ഉത്തർപ്രദേശിലും ബീഹാറിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും തിരിച്ചു വരാൻ കഴിയുമെന്ന് തന്നെയാണ് ഒരു സംശയമാണ്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയുടെ ബുൾഡോസർ രാജിനെതിരെ, ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ, ഏകാധിപത്യ നയങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് അവിടുത്തെ ജനങ്ങൾക്കുള്ളത്. യോഗി ആദിത്യനാഥിനെ BJP പോലും ഒരു BJPയുടെ വിഭാഗം നേതാക്കന്മാർ പോലും കൈവെടിയുന്ന സാഹചര്യം ഉത്തർപ്രദേശിലുണ്ട്. ഉത്തർപ്രദേശിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. നരേന്ദ്രമോദിക്ക് ശേഷം പ്രധാനമന്ത്രിയാകുമെന്ന് ഒരു വിഭാഗം BJP നേതാക്കന്മാർ
ഉയർത്തിക്കാണിക്കുന്ന വ്യക്തിയാണ് യോഗി ആദിത്യനാഥ്. അവിടെയാണ് യോഗി ആദിത്യനാഥിനെ കവച്ചു വെച്ചുകൊണ്ട് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ, കോൺഗ്രസിൽ നിന്ന് കടന്നു വന്ന ഹിമന്ത ബിശ്വ ശർമ്മയെ ഒരു വിഭാഗം നേതാക്കന്മാർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്നത് യോഗി ആദിത്യനാഥിനുള്ള ജനപ്രീതി ഉത്തർപ്രദേശിൽ ഇടിഞ്ഞിരിക്കുന്നു. കാരണം ഉത്തർപ്രദേശിലെ ബുൾഡോസർ രാജിനെതിരെ, ഉത്തർപ്രദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ, ഉത്തർപ്രദേശിലെ ക്രമസമാധാന നില തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സമരം ചെയ്യുന്നത് അഖിലേഷ് യാദവും കോൺഗ്രസും തോളോട് തോൾ ചേർന്നാണ്. അവിടെ BSP കൂടി കോൺഗ്രസിന്റെയും SP-യുടെയും കൂടെ വന്നാൽ ഉത്തർപ്രദേശിൽ BJP-യുടെ അടിവേരറക്കും. അത്രത്തോളം ഭരണവിരുദ്ധ വികാരം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ബീഹാറിൽ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് കോൺഗ്രസ് കാണുന്നത്. കാരണം ബീഹാറിന് കഴിഞ്ഞ പൊതു ബജറ്റിൽ കേന്ദ്ര സർക്കാർ വാരിക്കോരി നൽകിയാണ്. മഖാന കർഷകർക്ക് ഇത്രത്തോളം ഒരു ബജറ്റിൽ വാരിക്കോരി നൽകിയ ഒരു ബജറ്റ് നേരത്തെ ഉണ്ടായിട്ടില്ല. കാരണം മഖാന കർഷകർക്ക് ബീഹാറിന്റെ പ്രാദേശിക ഭരണകൂടം, അതായത് ബീഹാർ സർക്കാരിന്റെ ബജറ്റിൽ മാത്രമാണ് എന്തെങ്കിലും അനുവദിച്ചു കൊടുക്കാറ്. പക്ഷേ ഇത്തവണ എങ്ങനെയല്ല, ബീഹാറിന് വാരിക്കോരി നൽകുന്നു, IIT നൽകുന്നു, ബീഹാറിലേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് ലഭിക്കുന്നു. ഇത്തരത്തിൽ ബീഹാർ ഒറ്റയ്ക്ക് കൈപ്പിടിയിൽ ഒതുക്കാനായിരുന്നു BJP ശ്രമിച്ചത്. നിതീഷ് കുമാറിനെ പോലും അപ്രസക്തമാക്കി ബീഹാർ പിടിച്ചെടുക്കാനുള്ള നീക്കമായിരുന്നു BJP-യും നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കന്മാർ ശ്രമിച്ചതെങ്കിൽ അവർക്ക് ശക്തമായ തിരിച്ചടി വ്യാജ വോട്ട് ആരോപണത്തിൽ കൂടെ രാഹുൽ ഗാന്ധി നൽകുകയാണ്. രാഹുൽ ഗാന്ധിയുടെ യാത്ര ബീഹാറിലെ കർഷകരും കർഷക തൊഴിലാളികളും സാധാരണക്കാരും വിദ്യാർത്ഥികളും യുവജനങ്ങളും ആ യാത്ര ഏറ്റെടുക്കുന്നു. രാഹുലിനൊപ്പം തന്നെ കനയ്യകുമാറുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്, സച്ചിൻ പൈലറ്റ് ഉണ്ട്, DK ശിവകുമാർ ഉണ്ട്, സിദ്ധരാമയ്യുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ സ്റ്റാർ നേതാക്കന്മാരെല്ലാം ഈ യാത്രയിൽ പങ്കെടുക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് RJD നേതാവ് തേജസ്വി യാദവ്, ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസിന് വലിയ ഉണർവായിരിക്കും ബീഹാർ നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ബീഹാറിൽ നിന്ന് കോൺഗ്രസ് കടന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എക്സിറ്റ് പോളുകൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സിറ്റ് പോളിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കോൺഗ്രസിന് പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നത് ഞാൻ മറച്ചു വെക്കുന്നില്ല. പക്ഷേ ഡൽഹിയിൽ ഒരിക്കലും എക്സിറ്റ് പോള് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടില്ല. ഹരിയാനയായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷ. ഹരിയാനയിൽ കോൺഗ്രസിന് അടിപതറിയിട്ടുണ്ട് കാര്യം ഞങ്ങൾ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലും ജാർഖണ്ഡിലും കോൺഗ്രസ് നേതൃത്വം ഇന്ത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. അവിടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് BJP ആണുള്ള. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അധികാരം പിടിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും അധികാരത്തിൽ വീണ്ടും തിരിച്ചെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതേ തരത്തിലാണ് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിക്കും. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും ഇടതുകക്ഷികളും വലിയ തിരിച്ചറിവ് അടുത്ത തെരഞ്ഞെടുപ്പിൽ നടത്തുമെന്ന് അവിടെ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജി ഈ പറയുന്ന കോൺഗ്രസിന് വലിയൊരു പ്രാതിനിധ്യം നൽകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, മമതാ ബാനർജിയും കോൺഗ്രസും ബംഗാളിൽ നല്ല രസത്തിലല്ല പോകുന്നെന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. അവിടെ ഇടതുകക്ഷികളെ ചേർത്ത് പിടിച്ച് ഒരുപക്ഷെ കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആ മുന്നേറ്റത്തിനൊപ്പം മമതയ്ക്ക് വരേണ്ട സാഹചര്യം, കാരണം മമതയുടെ വലിയ വോട്ട് ബാങ്ക് ആയിരുന്ന ആളുകൾ പോലും മമതയ്ക്ക് നഷ്ടപ്പെടുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വലിയ സുവേന്ദു അധികാരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയെ പോലും മലർത്തിയടിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അത് മാത്രമല്ല UPA സംബന്ധിച്ചിടത്തോളം ബുൾഡോസർ രാജിനെ പറ്റി പറഞ്ഞു. അതൊരിക്കലും ബുൾഡോസർ രാജാണ് നടപ്പാക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. അവിടുത്തെ ഗുണ്ടാരാജിനെ തുടച്ചു നീക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഗുണ്ടാരാജിനെ തുടച്ചു നിൽക്കുമ്പോൾ ഒരു വിഭാഗത്തിന്റെ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഒരു വിഭാഗത്തെ മാത്രം തേടിപ്പിടിച്ച് അതിക്രമം അഴിച്ചുവിടുമ്പോൾ സ്ഥാപനങ്ങൾ തർക്കുമ്പോൾ അതിനെ വിളിക്കേണ്ടത് ഗുണ്ടാരാജ. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പോലും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം അനധികൃതമായിട്ടുള്ള രീതിയിൽ കെട്ടിപ്പൊക്കിയതാണെന്നുണ്ടെങ്കിലോ ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ്സ് ആണെന്നുണ്ടെങ്കിലോ അതെല്ലാം തവിടുപൊടിയാക്കണം. പക്ഷെ അതിനൊരു സർക്കാരിന് തവിടുപൊടിയാക്കാനുള്ളത് എന്ത് നീക്കമാണുള്ളത്? ഒരു സർക്കാരിന് എന്ത് അധികാരമാണുള്ളത്? അതിന്റെ അധികാരം ഇന്ത്യയിലെ കോടതിക്കാണ്. ഇന്ത്യയിലെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിയും ഇന്ത്യയിലെ കോടതികളുണ്ട്. അല്ല, സുപ്രീം കോടതി പറഞ്ഞല്ലോ ഇല്ലീഗൽ ആയിട്ടുള്ള എൻക്രോച്ച്മെന്റ്സ് ആണ്. അവർ ഇടിച്ചു പൊളിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആരധികാരം കൊടുത്തു? അല്ല, നിയമം പാലിക്കാതെയാണ് ഇടിച്ചു പൊളിക്കരുത്, അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇടിച്ചു നിരത്തരത്ത് ബുൾഡോസർ രാജ് നടപ്പാക്കരുതെന്ന് കോടതി പറഞ്ഞതിന് ശേഷവും ആ കോടതി വിധിയെ പോലും മാനിക്കാത്ത തരത്തിൽ കോടതി വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ അവിടെ ഇപ്പോഴും അതിക്രമം നടക്കുകയാണ്. ഇതെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നെഞ്ചത്ത് കുറിച്ച് വരയ്ക്കുന്നവനും അതോടൊപ്പം നെറ്റിയിൽ നിസ്കാര തഴമ്പുള്ളവനും നെറ്റിയിൽ ചന്ദ്രപ്പൊട്ടണിയുന്നവനും എല്ലാം ഒരമ്മ പറ്റ മക്കളെ പോലെ കാത്തു സംരക്ഷിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഒരു കല്ലിൽ കൊത്തിയ ശില്പം പോലെ, ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ ഇന്ത്യയിലെ നാനാ ജാതി മതസ്ഥരെയും കോൺഗ്രസ് നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കുകയാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള മുക്കിലും മൂലയിലും ഇന്ന് കോൺഗ്രസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ത്രിവർണ്ണ പതാക പാറിക്കാൻ ഒരു ബൂത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനും
ഉണ്ടാകുമെന്നത് രാഷ്ട്രീയപരമായി ഏറ്റവും ശക്തമായ ഒരു കാര്യമാണ്. അവിടെയാണ് ആ കോൺഗ്രസ് മതേതരത്വത്തിൽ ഊന്നിക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ആ മതേതരത്വത്തിനായിരിക്കും അന്തിമ വിജയം. കാരണം ഇന്ത്യയുടെ മുഖമുദ്ര മതേതരത്വമാണ്. കോൺഗ്രസ് 70 വർഷക്കാലം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചത് കൊണ്ട് തന്നെയാണ് ഇന്നും മതേതരത്വം നിലനിൽക്കുന്നത്. കോൺഗ്രസ് അതിന്റെ ഗർഭപാത്രത്തിൽ 10 മാസം ചുമന്ന് കൊണ്ടു നടന്ന് നൊന്ത് പ്രസവിച്ച കുട്ടിയാണ് ഇന്ത്യ. ആ കുട്ടിയിലെ മതേതരത്വം എന്ന ആശയത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചു നിർത്താൻ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും തയ്യാറാകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഇന്ത്യയിലെ ജനങ്ങൾ തിരികെ വിളിക്കും. നേരത്തെ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് ഉയർത്തിയ മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഇന്ത്യയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ. ഇപ്പോൾ ആ മുദ്രാവാക്യം രാഹുലിനെ വിളിക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ അലയടിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ മുന്നേറ്റത്തിലൂടെ രാഹുൽ ഗാന്ധിയിലൂടെ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം തന്നെയാണ് പങ്കുവെക്കാനുള്ളത്.